മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. പ്ലാസ്റ്റിക് നിരോധിച്ചതോടെ മീനും ഇറച്ചിയും വാങ്ങാനാവുന്നില്ലെന്ന പരാതിക്ക് പരിഹാരവുമായി കൊടത്തുണിയിൽ സഞ്ചികൾ നിർമ്മിച്ച വേശാല ഈസ്റ്റ് ALP സ്കൂളിലെ കുട്ടികളും രക്ഷിതാക്കളും മാതൃകയായി. കുട്ടികൾ നിർമ്മിച്ച കൊടത്തുണി സഞ്ചിയുടെ വിതരണോദ്ഘാടനം ചാലോട് മത്സ്യ മാർക്കറ്റിൽ P. സോമശേഖരൻ നിർവഹിച്ചു. ഒരു മുതിർന്ന ആളുകൾക്ക് പോലും മാതൃകയാവുന്ന ഒരു പ്രവൃത്തിയാണ് ഈ കുട്ടികൾ ചെയ്തിട്ടുള്ളത്. നാട്ടിലെ പഴയ കൊടകൾ ശേഖരിച്ച് അതിൽ നിന്ന് തുണിയെടുത്ത് അതൊരു സഞ്ചിയാക്കി അടിച്ച് നമ്മുടെ മത്സ്യ മാർക്കറ്റിൽ കൊണ്ട് വിതരണം ചെയ്യുകയാണ് ചെയ്തത്. പ്ലാസ്റ്റിക് വിപത്തിനെതിരെ ഈ പിഞ്ചു കുട്ടികളുടെ, അതൊരു LP സ്കൂൾ വിദ്യാർത്ഥികളുടെ ഒരു ചെറിയൊരു സംരംഭം, അവരെ കൊണ്ടാവുന്നത് അവർ ചെയ്യുകയാണ്. ഈ ലോകത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കെതിരെ ഈ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. മുതിർന്ന ആളുകൾക്ക് ഇതൊരു മാതൃകയാണ്, ഒരു സമൂഹത്തിലൊരു ബോധവൽക്കരണം കൂടിയാണ്. പഴയ കുടകളുടെ തുണി തയ്ച്ചെടുത്താണ് മീൻസഞ്ചികൾ നിർമ്മിച്ചിരിക്കുന്നത്. നനവ് പുറത്തു വരികയുമില്ല, കഴുകിയെടുത്ത് വീണ്ടും ഉപയോഗിക്കുകയും ചെയ്യാം എന്നതാണ് പ്രത്യേകത. 300 സഞ്ചികൾ മീൻ മാർക്കറ്റിലും 200 സഞ്ചികൾ സ്കൂളിൽ കുട്ടികൾക്കും സൗജന്യമായി വിതരണം ചെയ്തു. വിദ്യാർത്ഥികളുടെ ഒരു പുതിയ അറിവ് സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് കുട്ടികളുടെ ആദ്യത്തെ പ്ലാസ്റ്റിക്കിനെതിരെയുള്ള നടപടി എന്നുള്ള രീതിയിൽ ഒരു കുട്ടികളുടെ വീടുകളിലേക്ക് തുണിസഞ്ചികൾ വിതരണം ചെയ്തു. അതുപോലെ മീൻ വാങ്ങിക്കുന്നതിന് ഒരു ബദൽ ഉൽപ്പന്നം, അതായത് സാധാരണ ആൾക്കാർ പ്ലാസ്റ്റിക് സഞ്ചിയിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം തുണിസഞ്ചി എന്നുള്ളത് വീണ്ടും ഉപയോഗിക്കാനുള്ള ഒരു മെസ്സേജോടുകൂടി ആണ് ഈ പരിപാടി നടത്തുന്നത്. K. നിവേദ് സ്വാഗതം പറഞ്ഞു. ബിജിഷ ബാലകൃഷ്ണൻ, MM വിജയകുമാരി, SP മധുസൂദനൻ, P. മേഘ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മുണ്ടേരി. കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.